നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നതിനെ കുറിച്ചിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ കൃത്യമായിട്ട് അറിയാനും ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കുവാനും അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ളതും കരിയർ സംബന്ധമായിട്ടുള്ളതിലും ദാമ്പത്യ ജീവിതത്തിലെയും പിന്നെ ഈ ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ്. പേഴ്സണൽ റിച്വലിൻ്റെ ആവശ്യത്തിനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്നും വീഡിയോയുടെ അവസാനം ഒരു റിച്വൽ ഇടുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവർ നിങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി അവരുടെ മൈൻഡിനെ ആ ഒരു റിച്വലായിരിക്കും പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു റിച്വൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നതുമായിരിക്കും. വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ മൂൺ കാർഡ്, King of Wands, the High Priestess, Eight of Swords, the Tower card, the Justice, Nine of Wands, Ace of Wands, Three of Cups, Six of Cups, Temperance, Nine of Cups, the Death card, Ace of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഭയപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്, എന്തിനാണ് ഭയപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒളിച്ചും പാത്തുമുള്ളൊരു ജീവിതം എന്നുള്ളത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആരോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് എന്നത്. ഈ ബ്ലാക്ക് മാജിക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായത്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയത്, അല്ലെങ്കിൽ ഇപ്പോൾ നിത്യം കലഹം ഉണ്ടാവാനുള്ള റീസൺ. ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല കലഹം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത്. ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ എന്താണ് ഈ വഴക്കുണ്ടായ സമയത്ത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും ശരിക്കും മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു റുട്ടീനായി മാറിയിരിക്കുകയാണ്. ഈ ഡെയിലി വഴക്കുണ്ടാക്കുക, നിങ്ങളിരുന്ന് കരയുക, പിന്നെയും വഴക്കുണ്ടാക്കുക, ഒരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം, ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ വ്യക്തിക്കെതിരെയും ബ്ലാക്ക് മാജിക് ചെയ്തതിൻ്റെ റീസൺ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിയെ അവർക്ക് മാത്രമായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ശരിക്കും ടോർച്ചർ ചെയ്യുക, നിങ്ങളെ ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കുക, നിങ്ങളെന്ന വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ നിന്നും എങ്ങനെയെങ്കിലും പറിച്ചു മാറ്റി കളയുക, അതാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഉദ്ദേശം. പക്ഷേ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥന കൊണ്ടിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും പറിച്ചു മാറ്റാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ വശീകരിച്ചെടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വശീകരണ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൺ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ കുടിക്കാനോ എന്തൊക്കെയോ കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോഴൊക്കെ വസ്ത്രങ്ങളിലൊക്കെ ഒരു പ്രത്യേക തരം സ്മെല്ല് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഒരു പ്രത്യേകതരം മണമാണ് അത്. ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പേഴ്സൺ നിങ്ങൾ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മാത്രമല്ല നിങ്ങളുടെയും മനസ്സിനെയും നിങ്ങളുടെ മൈൻഡിനെയൊക്കെ നിയന്ത്രിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കും. അവർ വഴക്കുണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ നേരെ വഴക്കുണ്ടാക്കും. ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനായിരിക്കും നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് പോലും മറന്നുപോകും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും സ്നേഹിക്കാൻ മറന്നുപോയിരിക്കുന്നു. എന്താണ് സ്നേഹം എന്നുള്ള കാര്യം പോലും ഇവിടെ മറന്നു പോയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും നിരാശയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കറിഞ്ഞൂടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എങ്ങനെ മുമ്പോട്ട് പോകും, നിങ്ങൾക്ക് നീതി ലഭിക്കുമോ? ഇവിടെ ശരിക്കും നിങ്ങളാണ് ഇവിടെ തെറ്റ് ചെയ്യാത്തത്. ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മറ്റൊരു വ്യക്തി കടന്നു വരാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ലവ് അഫെയറിന് പോലും ഒരു പ്രണയത്തിന് പോലും ഇവിടെ പോയിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ ശരിക്കും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും കഠിനമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക്കാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും പിരിയാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാനും ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ഭാഗത്ത് നീതി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഒരിക്കലും തെറ്റായ പാതയിൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി വഴിവിട്ട രീതിയിലുള്ള ഒരു ബന്ധം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഉണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി പല രീതിയിലും നിങ്ങളുടെ അടുത്ത് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്ക് മൂലമാണ് എന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് വേണ്ടത്ര ഒരു ഭക്തി, ഈശ്വരൻ്റെ അടുത്തൊരു ഭക്തിയില്ല, പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും ഈ ഒരു ബ്ലാക്ക് മാജിക്ക് നിങ്ങളുടെ വ്യക്തിയെ എഫക്റ്റ് ചെയ്തത്. അതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ നല്ലോണം അറിയാം നിങ്ങളുടെ പേഴ്സൺ വഴിവിട്ട ബന്ധം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അരികിലേക്കാണ്. ചിലപ്പോൾ പല തവണ ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളിലും നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരാതിരിക്കാം, വീട്ടിൽ പോലും വരാത്തൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എന്തെങ്കിലും ബിസിനസ് ആവശ്യമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യമോ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഒരു ട്രാവലിംഗ് ഇവിടെ കാണുന്നുണ്ട്. അത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് എന്നുമാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവരിപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തു, നിങ്ങളെ തോൽപ്പിച്ചു, നിങ്ങളുടെ പേഴ്സണിനെ അവർ ശരിക്കും പൂർണ്ണമായിട്ട് അവർ കൈവശപ്പെടുത്തി എന്ന അഹങ്കാരം ഈ ഒരു തേർഡ് പേഴ്സണിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും ഈ ഒരു തേർഡ് പേഴ്സണിനെ അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ അഹങ്കാരം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും വിഷമം ഉണ്ടാവാം. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ അടുത്തോ ആരുടെ അടുത്തൊക്കെയോ നിങ്ങളിത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്രയും നാളത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. വേറൊന്നും കൊണ്ടിട്ടല്ല, ശരിക്കും നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റാർക്കും നിങ്ങളുടെ വിഷമത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയില്ല, ഈശ്വരന് അല്ലാതെ. അതുകൊണ്ട് ഈശ്വരനിൽ അർപ്പിക്കുക, നിങ്ങളുടെ സങ്കടം അർപ്പിക്കുക, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ഭഗവാന്റെ അടുത്ത് മാത്രം പറയുക. ഇവിടെ രാത്രിയിൽ നിങ്ങൾ ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജനൽ തുറന്നിട്ടതിന് ശേഷം നിങ്ങൾ ആകാശത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറയുക. നെഗറ്റീവായിട്ട് സംസാരിക്കാതെ നിങ്ങളുടെ ആഗ്രഹം ഓരോ ദിവസവും നിങ്ങൾ പറയുക.
നിങ്ങൾ ഇത്രയും നാൾ ഉറങ്ങാതെ ഒരു ടെൻഷൻ അനുഭവിച്ച് ഡെയിലി രാത്രി കരയുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതിലൂടെ, ഈ ഒരു ആവശ്യം യൂണിവേഴ്സിൻ്റെ അടുത്ത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ള ഉറക്കം ലഭിക്കും. നിങ്ങളുടെ സങ്കടം ഗ്രാജുവലി കുറഞ്ഞും വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഈശ്വരന് ഒരു ന്യായം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം നടത്തി തരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് അതാണ് ഈ ഒരു തേർഡ് പേഴ്സൺ തകർത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കുടുംബം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യ നിങ്ങളിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളും ഒക്കെ ഉണ്ടായി സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നിങ്ങൾ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ആഗ്രഹം ഈശ്വരൻ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ശരിക്കും റിമൂവ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഒരു വെല്ലുവിളി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു തേർഡ് പേഴ്സൺ അവർ ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് മാജിക്. പക്ഷെ അത് മാത്രമല്ല, ഇവർക്ക് സ്വന്തമായിട്ടും എന്തൊക്കെയോ ഒരു പവറുള്ള ലേഡിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, അവർ നിങ്ങൾ ഇത്രയേറെ ദ്രോഹിച്ച്, ഇത്രയേറെ ചതിച്ച്, മറ്റുള്ളവരുടെ സന്തോഷം തട്ടിയെടുക്കുന്നു, എന്നിട്ടും ഈ ഒരു തേർഡ് പേഴ്സണിന് ശിക്ഷ കിട്ടാത്തത് എന്താണ്? അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും, നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കും എതിരെ ബ്ലാക്ക് മാജിക് ആര് ബ്ലാക്ക് മാജിക് ചെയ്താലും അവർക്ക് ശിക്ഷ കിട്ടും. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ്, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മന്ത്രാസും ചാൻഡിങ്ങും റിച്വൽസും ഒക്കെ ഈ ഒരു തേർഡ് പേഴ്സൺ അവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ ഇപ്പോഴൊന്നും ഈ ഒരു കർമ്മഫലം അവരിപ്പോൾ അനുഭവിക്കാത്തത്. പക്ഷെ തീർച്ചയായിട്ടും അവർ അനുഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ എങ്ങനെയാണോ ചതിച്ചത്, നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങൾക്ക് എത്രയേറെ ദോഷങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്, അതിനേക്കാൾ ഒരു 100 മടങ്ങ് ഇരട്ടിയായിട്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ ഈശ്വരൻ കൊടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥന മാത്രം മതി ഈ ഒരു തേർഡ് പേഴ്സണെ തകർക്കാൻ. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇവിടെ യൂണിവേഴ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് ഈശ്വരൻ നടത്തി തരിക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം, നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒത്ത് പുതിയൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് മക്കളും ജനിക്കും. ആ മക്കളും ഒക്കെ ആയിട്ടൊരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ്, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു ആ ദുഃഖങ്ങൾക്കെല്ലാം ഒരു അവസാനം തന്നെ ഇവിടെ യൂണിവേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അവസാനം തന്നെ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരിക്കും നിങ്ങൾക്കിനി ലഭിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ആ യാചനയ്ക്കൊക്കെ ഒരു റിസൾട്ട് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയുടെ പിന്നാലെ നടക്കുന്നത് നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ള സ്നേഹം ആ വ്യക്തിയെടുത്ത് ഉള്ളതുകൊണ്ടാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ആ വ്യക്തിക്ക് ശരിക്കും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമില്ല, ഈശ്വരൻ്റെ അടുത്തുള്ളൊരു വിശ്വാസമില്ല. അവരുടെ ഈ ഒരു വിശ്വാസം ഇല്ലായ്മ, ആ ഒരു ഭക്തിക്കുറവാണ് ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പിന്നാലെ അവരെ പോകാൻ പ്രേരിപ്പിച്ചത്.
നിങ്ങൾ അവരുടെ പിന്നാലെ പോകും തോറും നിങ്ങളുടെ സ്നേഹത്തെ തട്ടി നീക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ ചൂസ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ വ്യക്തി ഒട്ടും തന്നെ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഈശ്വര പ്രാർത്ഥന ഇല്ലാത്തൊരു വ്യക്തിയുടെ മനസ്സ് മാത്രമേ ശരിക്കും ബ്ലാക്ക് മാജിക് ചെയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ നിയന്ത്രണത്തിലായത്. നിങ്ങൾക്ക് ഈശ്വരഭക്തി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതിനി കഴിയത്തതുമില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ അവർ അത്ര ശക്തിയായിട്ടുള്ള ബ്ലാക്ക് മാജിക് ചെയ്തതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ നിന്നും ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ കൺട്രോളിലായത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതിന് കുറച്ച് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറുന്നതാണ്. എത്ര വലിയ ബ്ലാക്ക് മാജിക് ആണെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷേത്രങ്ങളിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന റിച്വൽ അല്ലെങ്കിൽ വഴിപാട് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം പേഴ്സണൽ റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് എത്രത്തോളം കാഠിന്യം നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏത് പരിഹാരമാണ് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സന്ദർഭത്തിന് യോജിക്കുന്നത് അത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരുന്നത്. റീഡിംഗ് എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്ത് പ്രശ്നത്തിന് പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്കൊരു റിച്വലാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റിച്വലാണ്. ഇതിന് നിങ്ങൾക്ക് വേണ്ടുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പും വെള്ളവുമാണ്. കല്ലുപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിച്വലാണിത്. നിങ്ങൾക്ക് ബാത്ത് ടബ് ഉണ്ടെങ്കിൽ ബാത്ത് ടബിൽ ഇത് ചെയ്യാം. ബാത്ത് ടബ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. അത് നിങ്ങൾ കുളിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, വലിയൊരു ബക്കറ്റ് വെള്ളമാണ് ആവശ്യം. ആ ഒരു കുളിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു പിടി കല്ലുപ്പ് എടുത്തിട്ട് ബാത്ത് ടബിലെ വെള്ളത്തിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വലത്തെ കൈ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണ് ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു സന്തോഷമുള്ള മുഖം വെച്ചിട്ട് വേണം ഈ ഒരു അഫർമേഷൻ, ഈ വെള്ളം ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു അഫർമേഷൻ വെച്ചിട്ട് വേണം വെള്ളം ചാർജ് ചെയ്ത് കൊടുക്കാൻ. ഇത് നിങ്ങൾ ചെയ്യുമ്പം നെഗറ്റീവ് ചിന്ത പാടുള്ളതല്ല. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കാനാണ്. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരിക്കലും മറ്റൊരു വ്യക്തിയെ, മറ്റൊരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ, അവരുടെ ഭർത്താവിനെയോ ഭാര്യയോ തട്ടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തിരിച്ചടി നല്ല രീതിയിൽ കിട്ടുന്നതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കണം. കാരണം നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി ആ ഒരു വെള്ളത്തിലേക്ക് ചെല്ലുന്നതാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വലത്തെ കൈ അതിനകത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു അഫർമേഷൻ പറയുക. ഇംഗ്ലീഷിലുള്ളൊരു അഫർമേഷനാണ്. Negativity is washed away. I am renewed as today. Many heads will turn my way. The ones I choose will wish to stay. അഫർമേഷൻ ഒന്നുകൂടി പറയുക. Negativity is washed away. I am renewed as today. Many heads will turn my way. The ones I choose will wish to stay. ഇതാണ് ഈ ഒരു അഫർമേഷൻ. നിങ്ങൾക്ക് പറ്റുന്നത്ര ഒരു 21 ടൈംസ്, മിനിമം ഒരു 21 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 പ്രാവശ്യം, 21 മിനിറ്റ് അല്ല 21 പ്രാവശ്യം ഇത് പറയുക. നിങ്ങളിത് ഓരോ തവണ കുളിക്കുന്ന വെള്ളത്തിൽ ഇത് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വെള്ളം എന്ത് ചെയ്യണം, ഈ ഒരു വെള്ളം നിങ്ങൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കുളിക്കുക. അതാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഓൾറെഡി സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിച്ചതിന് ശേഷം വേണം ഈ ഒരു വെള്ളം നിങ്ങളുടെ ശരീരത്ത് ഒഴിക്കാൻ. ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് കുളിക്കുമ്പോൾ സോപ്പോ എണ്ണയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ശിരസ് തൊട്ട് പാദം വരെ ഈ ഒരു വെള്ളം
വെള്ളം കൊണ്ടിട്ട് നിങ്ങൾ കുളിക്കുക. ബക്കറ്റിലാണ് നിങ്ങൾ കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളം ഈ ഒരു വെള്ളം നിങ്ങൾ മിനിമം 10 തൊട്ട് 15 മിനിറ്റ് വരെ ഈ ഒരു വെള്ളം നിങ്ങളുടെ ശരീരത്തോട്ട് ഒഴിക്കുക. ബാത്ത് ടബിലാണ് കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മിനിമം, ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് വരെ പോകാവുള്ളൂ. മിനിമം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു വെള്ളം ഉണ്ടാവണം. 20 മിനിറ്റ് കൂടരുത്, അത് ഉറപ്പ് വരുത്തുക. കാരണം അത് നെഗറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് തരികയുള്ളൂ. ഈ ഒരു വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം തുടച്ച് കളയാതിരിക്കുക. ഫാനിൻ്റെ കാറ്റിലോ തന്നെ ഉണങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു അഫർമേഷൻ്റെ ആ ഒരു പവർ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കെതിരെ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കും ഗ്രാജുവലി അത് പോകുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി വാഷ്ഡ് അവേ, അതായത് നല്ല രീതിയിൽ അത് കഴുകി തന്നെ പോകുന്നതായിരിക്കും. പിന്നെയും പറയുകയാണ്, നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിക്കുക. പേഴ്സണൽ റിച്വൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽസിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.